ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻസേർഷൻ സോർട്ടിൻ്റെ പ്രോഗ്രാം എഴുതണേ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 5 വേരിയബിൾസ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ പ്രോഗ്രാംസിൽ നമ്മൾ ചെയ്ത പോലെ സീൻ വെച്ചിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല. സോ ഞാനിവിടെ ഒരു അറേ ഡിക്ലെയർ ചെയ്ത് അങ്ങനെ അതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ അറേയുടെ അകത്തുള്ള ആ എലമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. ഇതിപ്പോൾ ഞാൻ റൺ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ് ആ ഒരു അറേയിലെ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇൻസർഷൻ സോർട്ടിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ അറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫങ്ഷൻ കോൾ ചെയ്യാണ്. അത് ഇൻസേർട്ട് സോർട്ട് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അതിന് പേര് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മളുടെ അറേ പാസ് ചെയ്ത് കൊടുക്കണം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അറേക്കകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് പാസ് ചെയ്ത് കൊടുക്കണം. അത് വേണമെങ്കിൽ ഞാനിവിടെ ഇൻറ്റ് n എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഞാൻ 5 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അറേയിൽ 5 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇൻസേർട്ട് സോർട്ടിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ രണ്ടാമത്തെ പാസ് ചെയ്യേണ്ട സാധനം n ആണ് ഞാൻ അവിടെ പാസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം നമ്പർ ഓഫ് എലമെൻറ്റ്സ് n-ലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസേർട്ട് സോർട്ടിൻ്റെ മെത്തേഡ് നമ്മൾ എഴുതണം. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ സോർട്ടിങ്ങിൻ്റെ അൽഗോരിതം എഴുതുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു വോയിഡ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്. വോയിഡ് ഇൻസേർട്ട് സോർട്ട് എന്നും പറഞ്ഞിട്ടാണ്. ഇതിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ അറേ ആണ്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ n ആണ്. അപ്പോൾ അതും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഞാൻ ഈ ഒരു മെത്തേഡ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അറേയുടെ. അപ്പോൾ നമ്മളുടെ അറേ ഇപ്പം നിലവിലിരിക്കുന്നത് ഈ ഒരു രീതിക്കാണ്. നമ്മളുടെ അറേ ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്ക് പ്രോഗ്രാം തീരുമ്പോൾ ഈ രീതിക്ക് സോർട്ട് ചെയ്ത് വേണം അത് കിട്ടാൻ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ഇൻസേർഷൻ സോർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് എലമെൻറ്റ്, അതായത് ഈ 23 ഇല്ലേ, ഈ ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും സോർട്ടായിട്ടുണ്ടെന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. അവിടെ 23 ആയാലും 1 ആണെങ്കിലും 10 ആണെങ്കിലും എന്ത് വാല്യൂ ആണെങ്കിലും ഇനിഷ്യലി നമ്മളുടെ അറേയിലെ ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും സോർട്ടഡ് ആണെന്നും പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അങ്ങനെ അസ്യൂം ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്നുള്ള എലമെൻറ്റ്, അതായത് നമ്മളുടെ സെക്കൻഡ് പൊസിഷനിലുള്ള എലമെൻറ്റ് തൊട്ടിട്ട് നമ്മളൊരു ലൂപ്പ് റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കാര്യം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് ലൂപ്പ് എഴുതാം. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് സോർട്ടഡ് ആണെന്നുള്ള അസംഷനിലാണ് എടുക്കേണ്ടത്. അപ്പോൾ 0th ഇൻഡെക്സിൽ നിന്ന് ലൂപ്പ് തുടങ്ങില്ല. പകരം എവിടെ നിന്ന് തുടങ്ങണം? ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് വേണം ലൂപ്പ് തുടങ്ങാൻ. അതുകൊണ്ട് ഇൻറ്റ് i = 1 കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻ സെയിം തന്നെ, n വരയ്ക്കും ഐട്രേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുക. ആ ഫോർ ലൂപ്പ് വന്നിട്ട് ഞാൻ ഓപ്പൺ ക്ലോസ് ചെയ്തു. ഇനി ലൂപ്പിൻ്റെ അകത്ത് എന്താ സംഭവിക്കണമെന്നുള്ളത് പറയാം. ഫസ്റ്റ് എലമെൻറ്റ് ഓൾറെഡി സോർട്ടഡ് ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കാണ്. നമ്മളുടെ ലൂപ്പ് തുടങ്ങുന്നത് എത്രാമത്തെ ഇൻഡെക്സിൽ നിന്നാണ്? ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇൻഡെക്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ഇൻഡെക്സിൽ ഉള്ള ആ ഒരു എലമെൻറ്റ് അതിനെ കീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതിന് ഞാനിവിടെ ലൂപ്പിന് പുറത്തായിട്ട് ഇൻറ്റ് കീ = 0 എന്നും പറഞ്ഞിട്ട് ഒരു കീ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ലൂപ്പിൻ്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യണം? കീ = ARR(i) എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. അതായത് ആ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻറ്റിനെ ഞാൻ കീ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്തു? അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമുക്ക് ഒരു ലൂപ്പും കൂടെ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എഴുതണം. അത് എന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിൽ നിന്ന് നമ്മൾ ലൂപ്പ് ഒരു കീ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ അൽഗോരിതം ഇതിന് മുന്നേ ഉള്ള എല്ലാ എലമെൻസുമായിട്ട് കമ്പയർ ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, എലമെൻറ്റ്സ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സോർട്ട് ചെയ്യണതിന് ഒരു സെപ്പറേറ്റ് ലൂപ്പ് നമ്മൾ ഉണ്ടാക്കണം. ഇതുവരെ ഉണ്ടാക്കിയ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനെ കീ ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഔട്ടർ ലൂപ്പാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഇന്നർ ലൂപ്പ് എഴുതി കൊടുക്കണം. ആ ഇന്നർ ലൂപ്പാണ് ഈ എലമെൻറ്റ്സിനെ സ്വാപ്പ് ചെയ്യണത്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ആദ്യം ഞാനൊരു വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനൊരു വേരിയബിൾ പറഞ്ഞു കൊടുക്കണം. സോ ഞാൻ ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ഈ ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ജെക്ക് i-1 എന്നും പറഞ്ഞിട്ടാണ് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളുടെ ആ ഒരു കീയുടെ ഇൻഡെക്സിൽ നിന്ന് ഒരു വാല്യൂ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഞാൻ വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യാം. ഈ വൈൽ ലൂപ്പിന് 2 കണ്ടീഷൻസാണ് വരുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 0യോ അല്ലെങ്കിൽ അതിന് മേളിലോ ആയിരിക്കണം. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കീയുടെ വാല്യൂ ARR ഓഫ് ജെനേലും ചെറുതായിരിക്കണം. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പാടുള്ളൂ, ഈ ഒരു ലൂപ്പ് റൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനത് ലൂപ്പ് അതനുസരിച്ചിട്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വൈൽ ലൂപ്പ് ഞാൻ ഓപ്പൺ ക്ലോസ് ചെയ്ത്. ഇനി നമുക്ക് എന്താ സംഭവിക്കണേ എന്നുള്ളത് നോക്കാം. ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് ഈ ലൂപ്പിൽ ഇപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ കീ ആയിട്ട് സെലക്ട് ചെയ്തു. അത് ഈ 11ാമത്തെ ലൈനിൽ നമ്മളത് അനുസരിച്ചിട്ട് കീ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് എന്താണ് ആക്ച്വലി സംഭവിക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ആദ്യത്തെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ആദ്യം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, കീ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ജെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂവിൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ടാണ് ജെക്ക് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ജസ്റ്റ് ഒന്ന് ഐയുടെ വാല്യൂന്ന് ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ജെക്ക് വാല്യൂ കൊടുത്തിട്ടുള്ളത്. ഇനി വൈൽ ലൂപ്പിൻ്റെ അകത്ത് എന്ത് വേണം, നമുക്ക് ഈ ഒരു എലമെൻറ്റ്സ് സ്വാപ്പ് ചെയ്യുന്ന ആ ഒരു ലോജിക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയും വരുമ്പോൾ നമുക്ക് ആദ്യം ജെയുടെ വാല്യൂ വെച്ചിട്ട് ഈ ഒരു വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ജെയുടെ വാല്യൂ ഇപ്പോൾ i-1, ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 - 1 0. ജെയുടെ വാല്യൂ ഇപ്പോൾ 0 ആയിരിക്കും വരിക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ജെയുടെ വാല്യൂ 0യോ അതിന് മേളിലോട്ടായിരിക്കണം. ജെയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കീയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ് നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ 1 എന്ന് പറയുന്ന ആ ഒരു കീയുടെ വാല്യൂ ARR ഓഫ് ജെയുടെ വാല്യൂവിനേലും ചെറുതാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ ARR ഓഫ് ജെ എന്ന് പറയുന്ന ഇൻഡെക്സിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 23 ആണ്. സ്വാഭാവികമായിട്ടും കീയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാണ്. അതായത് 1 23നേലും ലെസ്സറാണ്. സോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കയറി. ഇനി നമുക്ക് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് ഈ 23നെയും അതുപോലെ 1ൻ്റെയും പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അതാണ് നമുക്ക് വരുന്ന ഒരു ഓപ്പറേഷൻ. അതായത് 23നെ എടുത്തിട്ട് 1ൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോയി വെക്കണം. അത് എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ARR ഓഫ് ജെ + 1 എന്നും പറഞ്ഞിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ARR ഓഫ് ജെയിലെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇതപ്പോൾ എന്താ സംഭവം എന്ന് നോക്കാം. ARR ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0th ഇൻഡെക്സ് ആണ്. 0th ഇൻഡെക്സിലെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, 0th ഇൻഡെക്സിലെ വാല്യൂ
ഈ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് കോപ്പി ചെയ്യുകയാണ് ഈ ഒരൊറ്റ ലൈനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് 0th ഇൻഡെക്സിൻ്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചു. ഇത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജെയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലൂപ്പിൽ ജെയുടെ വാല്യൂ ഇപ്പോൾ 2 വല്ലതൊക്കെ ആണെങ്കിൽ വൈൽ ലൂപ്പ് ഇനി ഒന്നുകൂടിയും ഐട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അന്നേരം ഇത് താഴോട്ടേക്കാണ് വരേണ്ടത്. അതായത് 2-ൽ നിന്ന് 1, 1-ൽ നിന്ന് 0, അങ്ങനെ ജെയുടെ വാല്യൂ കുറഞ്ഞാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ജെയുടെ വാല്യൂ ഞാൻ ഡിക്രിമെൻറ്റ് ചെയ്ത് എന്നിട്ട് ഈ വൈൽ ലൂപ്പിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. ഈ വൈൽ ലൂപ്പിൻ്റെ പുറത്ത് പോയിട്ട് ഒരു കണ്ടീഷൻ നമുക്ക് കണ്ടീഷനല്ല, ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ നമുക്ക് ചെയ്യണം. അത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ARR ഓഫ് J+1 എന്നിട്ട് അവിടെ എന്ത് കൊടുക്കണം, കീയുടെ വാല്യൂ പറഞ്ഞു കൊടുക്കണം. ഇതാണ് സംഭവം. അപ്പോൾ ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് നോക്കാം. ഇവിടം വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ആയി എന്ന് വിചാരിക്കുന്നു. അതായത് ARR ഓഫ് J+1 ഈക്വൽ ടു ARR ഓഫ് J. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ആ 1 ഇരുന്ന പൊസിഷനിലേക്ക് 23നെ നമ്മൾ അസൈൻ ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പിൽ ജെയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്തു. ജെയുടെ വാല്യൂ ആക്ച്വലി 0 ആണ്. അപ്പോൾ 0-ൽ നിന്ന് ഇത് ഡിക്രിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും വാല്യൂ, -1 ആണ്. ലൂപ്പിന് പുറത്തേക്ക് പോയി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണ നേരത്ത് ജെയുടെ വാല്യൂ ആക്ച്വലി -1 ആണ്. അപ്പോൾ നമ്മളിവിടുത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ARR ഓഫ് J+1 എന്ന് പറയുമ്പോൾ -1 പ്ലസ് +1. അതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 0 ആണ് വരുന്നത്. ARR ഓഫ് 0 ഈക്വൽ ടു കീ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഈ ഒരു ലൈനും കൂടെ എക്സിക്യൂട്ട് ആവുമ്പോൾ 23 ഇരുന്ന പൊസിഷനിൽ 1നെ നമ്മൾ അസൈൻ ചെയ്ത് വെക്കുന്നു. ഇത്രേ ഉള്ളൂ. ലൂപ്പിൻ്റെ കാര്യം ഇതോടെ തീർന്നു. ഇത്രയും ചെയ്താൽ നമ്മളുടെ ഇൻസർഷൻ സോർട്ടിൻ്റെ അൽഗോരിതം കംപ്ലീറ്റ് ആയി. അതായത് 1 ഇരുന്നോടത്ത് 23 വന്ന് 23 വന്നോടത്ത് 1ഉം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് എല്ലാ നമ്പേഴ്സും സോർട്ട് ചെയ്യും. കണ്ട, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം പഠിക്കുമ്പോൾ എപ്പോഴും ഈ ആദ്യത്തെ 2 എലമെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഇൻസർഷൻ സോർട്ട് കുറച്ചുകൂടി ക്വിക്കായിട്ട് പഠിക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഞാൻ പ്രോഗ്രാം ആദ്യം മുതൽ ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളുടെ പ്രോഗ്രാമിൽ മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഒരു അറേ ഉണ്ട്. ആ അറേയിൽ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ n എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് സോർട്ട് എന്നും പറഞ്ഞിട്ട് ഞാനൊരു മെത്തേഡ് കോൾ ചെയ്തു. ഇതിൻ്റെ അകത്ത് അറേനെയും പിന്നെ ആ n എന്ന് പറയുന്ന വേരിയബിളിനെയും പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഈ ഇൻസേർട്ട് സോർട്ട് നടന്നതിന് ശേഷം ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് നമ്മളുടെ ആ ഒരു അറേയിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ് സോർട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം എലമെൻറ്റ്സ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻസേർട്ട് സോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻസേർട്ട് സോർട്ടിൻ്റെ അകത്ത് ഒരു കീ എലമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കീ എന്ന് പറയുന്ന എലമെൻറ്റിന് വാല്യൂ 0 കൊടുത്തിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ഫോർ ലൂപ്പിൽ നമ്മളുടെ ഇൻസേർഷൻ സോർട്ടിൻ്റെ അൽഗോരിതത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന എലമെൻറ്റ്, അതായത് 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റ് സോർട്ടഡ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും അത് സോർട്ടഡ് ആണ്, അവിടെ എന്ത് വാല്യൂ വന്നാലും. അങ്ങനെ ഒരു അസംഷൻ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഫോർ ലൂപ്പ് നമുക്ക് റൺ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടിട്ട് അറേയുടെ ഏറ്റവും അവസാനം വരെയാണ്. ഈ ഒരു ലൂപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് ലാസ്റ്റ് ഇൻഡെക്സിൽ വരെയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഓരോ ഐട്രേഷനിൽ കീ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫോർ ലൂപ്പ് റൺ ചെയ്യേണ്ടത്. ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾ കീ എന്ന് പറയുന്നത് ഓരോ ഇൻഡെക്സിലെ എലമെൻറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ലൂപ്പ് റൺ ചെയ്യണ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക,
ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റ്, ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റിനെ ആയിരിക്കും കീ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഫോർ ലൂപ്പിൽ ഇപ്പോൾ കീയുടെ വാല്യൂ 1 ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു വൈൽ ലൂപ്പ് റൺ ചെയ്യണം. അതായത് വൈൽ ലൂപ്പ് നമ്മളുടെ ഇന്നർ ലൂപ്പാണ്. ഈ ഇന്നർ ലൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എലമെൻസിനെ സോർട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് കറക്റ്റായിട്ട് സ്വാപ്പ് ചെയ്യാനുള്ള ഫങ്ഷനാലിറ്റിയാണ് ഇന്നർ ലൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നർ ലൂപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അതിന് ഞാനിവിടെ ജെ എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐനേലും ഒരു വാല്യൂ കുറച്ചായിരിക്കും ജെയ്ക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇവിടം വരെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ വൈൽ ലൂപ്പിൽ നമ്മൾ 2 കണ്ടീഷൻസ് പറയണം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 0യോ അതിനു മേളിലോ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കീയുടെ വാല്യൂ ARR ഓഫ് ജെയുടെ വാല്യൂവിനേലും ചെറുതായിരിക്കണം. അതായത് ഇവിടെ ARR ഓഫ് ജെ എന്ന് പറഞ്ഞാൽ 23 ആണ്. അപ്പോൾ 23നേലും ചെറുതാണോ കീയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ആണ്. അതുകൊണ്ട് ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് ഈ ലൂപ്പിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഈ ലൂപ്പിൻ്റെ അകത്ത് അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇൻഡെക്സിലെയും 0th ഇൻഡെക്സിലെയും എലമെൻറ്റ്സ് തമ്മിലൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഒരു ചേഞ്ചിങ് മാത്രമേ നടത്തണുള്ളൂ. അതായത് ARR ഓഫ് J+1ലുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ARR ഓഫ് ജെയിലെ വാല്യൂ ആയിരിക്കും. ആ ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ഇവിടെ ചെയ്തു. എന്നിട്ട് ജെയുടെ വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്തു. ഇങ്ങനെയാണ് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലൂപ്പ് ഒന്നുകൂടി ഐട്രേറ്റ് ചെയ്യാൻ നോക്കും. അപ്പം അന്നേരം വരുമ്പോൾ ജെയുടെ വാല്യൂ എന്ത് പറ്റും, 0നേലും താഴെയാണ്, -1 ആയി. അതുകൊണ്ട് ലൂപ്പിലേക്ക് പിന്നെ പോകത്തില്ല, ടെർമിനേറ്റ് ആവും. ഈ ഒരു വൈൽ ലൂപ്പ് ടെർമിനേറ്റ് ആവും. എന്നിട്ട് തൊട്ട് താഴെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ARR ഓഫ് J+1ൻ്റെ വാല്യൂ കീയുടെ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ജെയുടെ വാല്യൂ അപ്പോൾ എന്തായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ? ഈ ഒരു സിറ്റുവേഷനിൽ ജെയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ -1ൻ്റെ കൂടെ ഒരു +1 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0 വരും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ARR ഓഫ് 0 ആണ്. ARR ഓഫ് 0 ഈക്വൽ ടു കീ എന്ന് പറഞ്ഞാൽ ഈ 0th ഇൻഡെക്സിൽ 23ക്ക് പകരം 1ൻ്റെ വാല്യൂ നമ്മൾ, അതായത് ആ കീയുടെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമുക്ക് ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ എന്ത് പറ്റും? ഫസ്റ്റ് ഇൻഡെക്സിലെ ആ 1നെ നമ്മൾ കൊണ്ടുപോയിട്ട് സോർട്ട് ചെയ്ത് 0th ഇൻഡെക്സിലേക്ക് ആക്കി. 0th ഇൻഡെക്സിലിരുന്ന 23നെ കൊണ്ടുപോയിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് സ്വാപ്പ് ചെയ്തു. അങ്ങനെ ആദ്യത്തെ 2 എലമെൻറ്റ്സ് നമ്മൾ സോർട്ട് ചെയ്തു. പിന്നെ ഇതിങ്ങനെ ലൂപ്പ് പോണതനുസരിച്ചിട്ട് എല്ലാ എലമെൻറ്റ്സും സോർട്ട് ചെയ്ത് വരും. ഇത്രയാണ് ഇൻസേർഷൻ സോർട്ടിൽ വരുന്നത്.